കൊച്ചി മെട്രോപൊളിറ്റൻ കൗൺസിൽ പ്രഥമ ചെയർമാനായി ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് തെരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചി നഗരസഭ LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് ബെന്നി ഫെർണാണ്ടസ്. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, എത്ര വോട്ടുകൾക്കാണ് തെരഞ്ഞെടുപ്പ്? അതായത് ഒപ്പത്തിനൊപ്പമായിരുന്നു വോട്ടുകൾ ഉണ്ടായിരുന്നത്. ഇതിലാണ് ബെന്നി ഫെർണാണ്ടസിന് ഭാഗ്യം കൂടെ നിന്നത്. അദ്ദേഹം എന്തായാലും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചി മെട്രോപൊളിറ്റൻ കൗൺസിലിൻ്റെ പ്രഥമ ചെയർമാനാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനി കൊച്ചി നഗരം എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ ഇരിക്കുന്ന ഭാഗം മാത്രമല്ല, തൊട്ടടുത്തുള്ള ചുറ്റുമുള്ള മുനിസിപ്പാലിറ്റികളും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഭാഗം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വരണമെങ്കിലും ഒപ്പം തന്നെ നഗരം വികസിപ്പിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ മെട്രോപൊളിറ്റൻ കൗൺസിൽ തന്നെയായിരിക്കും. അതിൻ്റെ ഒരു പ്രഥമ ചെയർമാനാണ്. സാധാരണ മുൻപൊക്കെ GCDA പോലെയുള്ള കൗൺസിലുകളാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ അതിനെല്ലാം അപ്രസക്തമാക്കുന്ന പുതിയ ഒരു സമിതി, അതായത് മെട്രോപൊളിറ്റൻ കൗൺസിൽ, അതിനായിരിക്കും ഇനി മുതൽ കൊച്ചിയുടെ സുപ്രധാനമായ തീരുമാനങ്ങൾക്കൊക്കെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് ഈ കൗൺസിലായിരിക്കും. ആ കൗൺസിലിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചെയർമാനായി ബെന്നി ഫെർണാണ്ടസ്. അദ്ദേഹം കൊച്ചി കോർപ്പറേഷൻ 27ാം ഡിവിഷനിലെ കൗൺസിലറാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൊച്ചിയുടെ സമഗ്രമായ വികസനത്തിന് കൊച്ചി മെട്രോപൊളിറ്റൻ വികസന സമിതി എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രഥമ ചെയർമാനായി കോർപ്പറേഷൻ കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് തെരഞ്ഞെടുക്കപ്പെട്ടു. LDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് ബെന്നി ഫെർണാണ്ടസ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.